ഡിയർ ഫ്രണ്ട്സ്, നീനാസ് PSC പോയിൻറ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2023 പ്രഖ്യാപിക്കപ്പെട്ട ചില ലോക പ്രശസ്ത പുരസ്കാരങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ആദ്യമായി നോബൽ പ്രൈസ്. ആൽഫ്രഡ് നോബലിൻ്റെ വിൽപ്പത്രപ്രകാരം നോബൽ സമ്മാനങ്ങൾ 5 എണ്ണമാണ്. ഫിസിക്സ്, കെമിസ്ട്രി, ഫിസിയോളജി അഥവാ മെഡിസിൻ, ലിറ്ററേച്ചർ, പീസ് എന്നീ 5 മേഖലകളിൽ 1901 മുതൽ നോബൽ സമ്മാനങ്ങൾ നൽകി വരുന്നു. 1968 സ്വീഡനിലെ സെൻട്രൽ ബാങ്കായ സ്വറിജസ് റിക്സ് ബാങ്ക് ആൽഫ്രഡ് നൊബേലിൻ്റെ സ്മരണയ്ക്കായി സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള സമ്മാനം സ്ഥാപിക്കുന്നതിന് സഹായം നൽകി. അങ്ങനെ 1969 മുതൽ സാമ്പത്തിക ശാസ്ത്രത്തിന് നോബൽ മെമ്മോറിയൽ സ്വറിജസ് റിക്സ് ബാങ്ക് സമ്മാനം നൽകി വരുന്നു. ഇപ്പോൾ നോബൽ സമ്മാനത്തുക എത്രയാണെന്ന് ചോദിച്ചാൽ 11 ദശലക്ഷം സ്വീഡിഷ് ക്രോണ, ഇന്നത്തെ മൂല്യപ്രകാരം ഏകദേശം 8.75 കോടി രൂപ. 2023 നോബൽ സമ്മാനങ്ങൾ. ആദ്യമായി ഫിസിക്സ് അഥവാ ഭൗതിക ശാസ്ത്രം. ഫിസിക്സിൽ സമ്മാനം നേടിയവർ 3 പേരാണ്. പിയർ അഗോസ്റ്റിനി, ഫെറൻക് ക്രൗസ് ആൻഡ് ലുല്ലിയർ. പിയർ അഗോസ്റ്റിനി, ഫെറൻക് ക്രൗസ് ആൻഡ് ലുല്ലിയർ. ദ്രവ്യത്തിലെ ഇലക്ട്രോൺ ഡൈനാമിക്സ് പഠനത്തിനായി പ്രകാശത്തിൻ്റെ ആറ്റോസെക്കൻഡ് പൾസസ് സൃഷ്ടിക്കുന്ന പരീക്ഷണങ്ങൾക്കാണ് ഇവർക്ക് 2023 ഭൗതിക ശാസ്ത്ര നോബൽ ലഭിച്ചത്. ആറ്റോസെക്കൻഡ് എന്നാൽ 1 സെക്കൻഡ് ഇൻറ്റു 10⁻⁻18, അതായത് 1 സെക്കൻഡിൻ്റെ കോടാനുകോടി അംശങ്ങളിൽ അത്രയും ചെറിയ യൂണിറ്റ്. പിയർ അഗോസ്റ്റിനി, ഫെറൻക് ക്രൗസ് ആൻഡ് ലുല്ലിയർ എന്നിവരെ ഓർക്കാൻ ഒരു കോഡ്: ഗോസ്റ്റിനെതിരെ കുരിശ് വീശി ആൻഡ് ലുല്ലിയുടെ അറ്റാക്ക്. ഗോസ്റ്റിനെതിരെ കുരിശ് വീശി ആൻഡ് ലുല്ലിയുടെ അറ്റാക്ക്. ഗോസ്റ്റ് എന്നത് പിയർ അഗോസ്റ്റിനി, കുരിശ് എന്നത് ഫെറൻക് ക്രൗസ്, ആൻഡ് ലുലി എന്നത് ആൻഡ് ലുലിയർ. അറ്റാക്ക് എന്നത് ആറ്റോസെക്കൻഡ്. ആറ്റോസെക്കൻഡ് എന്നത് ഫിസിക്സിലെ ഒരു ടൈം യൂണിറ്റ്. അടുത്തത് കെമിസ്ട്രി അഥവാ രസതന്ത്രം. 2023 കെമിസ്ട്രി നോബൽ പ്രൈസ് പങ്കിട്ടെടുത്തതും 3 പേരാണ്. അലക്സി എക്കിമോവ്, ലോയി ബ്രസ്, മൗങ്കി ബവൻഡി എന്നിവർ. അലക്സി എക്കിമോവ്, ലോയി ബ്രസ്, മൗങ്കി ബവൻഡി 3 പേരും ഇപ്പോൾ അമേരിക്കയിലാണ്. നാനോ കണികകളായ ക്വാണ്ടം ഡോട്ട്സിൻ്റെ ഡിസ്കവറിക്കും ഡെവലപ്മെൻറ്റിനുമാണ് പുരസ്കാരം. നാനോ കണികകളായ ക്വാണ്ടം ഡോട്ട്സിൻ്റെ കണ്ടുപിടുത്തത്തിനും അതിൻ്റെ സംയോഗത്തിനുമാണ് പുരസ്കാരം. ഇവരെ ഓർക്കാൻ ഒരു കോഡ്: ബ്രസ്സിനു വേണ്ടി ഒരു മൂവി കണ്ടോട്ടെ. ബ്രസ്സിനു വേണ്ടി ഒരു മൂവി കണ്ടോട്ടെ. ബ്രസ് എന്നത് ലോയി ബ്രസ്, വേണ്ടി എന്നത് മൗങ്കി ബവേണ്ടി, ഒരു മൂവി എന്നത് അലക്സി എക്കിമോവ്, കണ്ടോട്ടെ എന്നത് ക്വാണ്ടം ഡോട്ട്. ക്വാണ്ടം ഡോട്ട് കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ടത് എന്നും ഓർക്കുക. അടുത്തത് ഫിസിയോളജി, അതായത് മെഡിസിൻ, വൈദ്യശാസ്ത്രം. ഡ്രൂ വെയ്സ്മാൻ, കാറ്റലിൻ കാരിക്കോ എന്നീ 2 പേരാണ് 2023 ഫിസിയോളജി നൊബേൽ ജേതാക്കൾ. COVID-19 ഫലപ്രദമായ mRNA വാക്സിനുകൾ വികസിപ്പിക്കുന്നതിനു വേണ്ടി ന്യൂക്ലിയോസൈഡ് മോഡിഫിക്കേഷൻ കണ്ടുപിടുത്തങ്ങൾ നടത്തിയ ഡ്രൂ വെയ്സ്മാനും കാറ്റലിൻ കാരിക്കോവുമാണ് ഫിസിയോളജിയിൽ സമ്മാനിതരായത്. COVID-19 ഫലപ്രദമായ mRNA വാക്സിനുകൾ വികസിപ്പിക്കുന്നതിന് സാധ്യമാക്കിയ ന്യൂക്ലിയോസൈഡ് മോഡിഫിക്കേഷൻ കണ്ടുപിടുത്തങ്ങൾക്കാണ് ഇവർക്ക് ഫിസിയോളജിയിൽ നോബൽ സമ്മാനം. ഇവരെ ഓർക്കാൻ ഒരു കോഡ്: പഴയ സിനിമയിലെ തോമസ് കുട്ടിയെ വിട്ടോടാ എന്ന സ്റ്റൈലിൽ വെയ്സ്മാനെ കേറിക്കോ, ആരോ എന്നെ പിന്തുടരുന്നു. വെയ്സ്മാനെ കേറിക്കോ, ആരോ എന്നെ പിന്തുടരുന്നു.
2023 മെഡിസിൻ നോബൽ ജേതാക്കൾ ഡ്രൂ വെയ്സ്മാൻ, കാരിക്കോ എന്നത് കാറ്റലിൻ കാരിക്കോ. ആരോ എന്നെ പിന്തുടരുന്നു എന്നതിലെ ആരോ എന്നെ എന്നത് RNA mRNA വാക്സിനുകൾ ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചതിനാണ് അവാർഡ് എന്നും ഇതിലൂടെ ഓർക്കുക. അടുത്തത് ഇക്കണോമിക് സയൻസസ്, സാമ്പത്തിക ശാസ്ത്രം. 2023 സാമ്പത്തിക ശാസ്ത്ര നോബൽ നേടിയത് ഒരു വനിതയാണ്, അമേരിക്കൻ ഇക്കണോമിസ്റ്റായ ക്ലോഡിയ ഗോൾഡിൻ. സമ്മാനത്തിൻ്റെ ഒഫീഷ്യൽ നെയിമിൽ പറഞ്ഞാൽ നോബൽ മെമ്മോറിയൽ സ്വറിജസ് റിക്സ്ബാങ്ക് സമ്മാനം നേടിയത് ക്ലോഡിയ ഗോൾഡിൻ. സ്ത്രീകളുടെ തൊഴിൽ വിപണി ഫലങ്ങളെക്കുറിച്ചുള്ള പഠനത്തിനാണ് പുരസ്കാരം. സ്ത്രീകളുടെ ലേബർ മാർക്കറ്റ് ഔട്ട്കമ്മിനെക്കുറിച്ചുള്ള പഠനത്തിനാണ് പുരസ്കാരം. മറ്റുള്ളവരുമായി പങ്കുവെക്കാതെ തനിയെ സാമ്പത്തിക നോബൽ നേടിയ ആദ്യത്തെ വനിതയാണ് ക്ലോഡിയ ഗോൾഡിൻ. ഗോൾഡ് എന്നാൽ ഇക്കണോമിയെ സ്വാധീനിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഫോം ഓഫ് മണിയാണ്. ക്ലോഡിയ ഗോൾഡിനും എക്കണോമിക്സ് നോബലും അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കുക. അടുത്തത് പീസ്, സമാധാനം. ഇറാനിലെ മനുഷ്യാവകാശ പ്രവർത്തകയായ നർഗസ് മൊഹമ്മദിയാണ് 2023 സമാധാന നോബൽ ജേതാവ്. ഇറാനിലെ സ്ത്രീകൾ നേരിടുന്ന അടിച്ചമർത്തലുകൾക്കെതിരെ, മനുഷ്യാവകാശങ്ങളും സ്വാതന്ത്ര്യവും ധ്വംസിക്കപ്പെടുന്നതിനെതിരെ ഉള്ള പോരാട്ടങ്ങൾക്കാണ് നർഗസ് മൊഹമ്മദി സമ്മാനിതയാകുന്നത്. നർഗസ് എന്ന പേരിലെ സ, മുഹമ്മദിയിലെ മാ, ദ എന്നീ അക്ഷരങ്ങളിൽ നിന്ന് സമാധാനം എന്ന് വായിച്ചെടുക്കാം. നർഗസ് എന്നതിലെ നാർ എന്ന ഇംഗ്ലീഷ് അക്ഷരങ്ങൾ തിരിച്ചു വായിച്ചാൽ റാൻ, അതായത് ഇറാൻ. 2023 സമാധാന നൊബേൽ ജേതാവ് ഇറാൻകാരിയായ നർഗസ് മൊഹമ്മദി. അടുത്തത് ലിറ്ററേച്ചർ, സാഹിത്യം. 2023 സാഹിത്യ നൊബേൽ നേടിയത് നോർവീജിയൻ സാഹിത്യകാരനായ ജോൺ ഫോസെ. പറയാനാവാത്തവയ്ക്ക് ശബ്ദം നൽകുന്ന അദ്ദേഹത്തിൻ്റെ നാടകങ്ങൾക്കും ഗദ്യങ്ങൾക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്വീഡിഷ് അക്കാഡമി ജോൺ ഫോസെയെ ഈ വർഷത്തെ സാഹിത്യ നൊബേലിന് തിരഞ്ഞെടുത്തത്. പറയാനാവാത്തവയ്ക്ക് ശബ്ദം നൽകുന്നവയാണ് അദ്ദേഹത്തിൻ്റെ നാടകങ്ങൾ. സെപ്റ്റോളജി, മെലങ്കളി, റെഡ് ബ്ലാക്ക്, സമ്മൺ ഈസ് ഗോയിങ് ടു കം തുടങ്ങി ജോൺ ഫോസെയുടെ 70ഓളം രചനകളുണ്ട്. ജോൺ ഫോസയ്ക്ക് പ്രത്യേകിച്ച് ഒരു കോഡ് ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ജോൺ ഫോസെ, നോർവേ. സമ്മാനം ലിറ്ററേച്ചറിൽ എന്ന് ഓർക്കുക. അടുത്തത് അക്കാഡമി അവാർഡ്സ് അഥവാ ഓസ്കാർ പുരസ്കാരങ്ങൾ. ചലച്ചിത്ര രംഗത്തെ മികച്ച നേട്ടങ്ങളെ അംഗീകരിച്ചുകൊണ്ടുള്ളതാണ് അക്കാഡമി ഓഫ് മോഷൻ പിക്ചർ ആർട്സ് ആൻഡ് സയൻസസ് നൽകുന്ന അക്കാഡമി അവാർഡുകൾ എന്ന ഓസ്കാർ അവാർഡുകൾ. ഓസ്കാർ അവാർഡുകളുടെ ആരംഭം 1929 2023 പ്രഖ്യാപിച്ചത് 95ാമത് പുരസ്കാരങ്ങൾ. PSC പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ചില പുരസ്കാരങ്ങളെക്കുറിച്ച് പറയാം. മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം ലഭിച്ചത്, മികച്ച ചിത്രത്തിനുള്ള 2023 ഓസ്കാർ അവാർഡ് ലഭിച്ചത് എവരിത്തിങ് എവരിവെയർ ഓൾ അറ്റ് വൺസ് എന്ന ചിത്രത്തിനാണ്. എവരിത്തിങ് എവരിവെയർ ഓൾ അറ്റ് വൺസ്. ബെസ്റ്റ് പിക്ചർ എന്നത് മാത്രമല്ല, ബെസ്റ്റ് ഡയറക്ടർ, ബെസ്റ്റ് ഒറിജിനൽ സ്ക്രീൻ പ്ലേ, ബെസ്റ്റ് ആക്ട്രസ്, ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ട്രസ്, ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ടർ, ബെസ്റ്റ് ഫിലിം എഡിറ്റിംഗ് എന്നിങ്ങനെ ഈ വർഷം 7 ഓസ്കാറുകൾ നേടിയ സിനിമയാണ് എവരിത്തിങ് എവരിവെയർ ഓൾ അറ്റ് വൺസ്. ഈ സിനിമയിലൂടെ ബെസ്റ്റ് ഡയറക്ടർ, ബെസ്റ്റ് ഒറിജിനൽ സ്ക്രീൻ പ്ലേ അവാർഡുകൾ നേടിയത് 2 പേർ ചേർന്നാണ്. ഡാനിയൽ ക്വാൻ, ഡാനിയൽ ഷെയ്നർട്ട് എന്നിവർ. ബെസ്റ്റ് ഡയറക്ടർ, ബെസ്റ്റ് ഒറിജിനൽ സ്ക്രീൻ പ്ലേ അവാർഡുകൾ നേടിയവർ ഡാനിയൽ ക്വാൻ ആൻഡ് ഡാനിയൽ ഷെയ്നർട്ട്. ഇതേ സിനിമയിലൂടെ ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് ലഭിച്ച നടി മലേഷ്യക്കാരിയായ മിഷേൽ യോ. മികച്ച നടിക്കുള്ള ഓസ്കാർ പുരസ്കാരം നേടുന്ന ആദ്യത്തെ ഏഷ്യക്കാരിയാണ് മിഷേൽ യോ. ബെസ്റ്റ് ആക്ടർ അവാർഡ് ലഭിച്ചത് ബ്രണ്ടൻ ഫ്രേസർ, ചിത്രം ദി വെയിൽ.
ഓർക്കുക, 2023 ബെസ്റ്റ് ആക്ടറിനുള്ള ഓസ്കാർ അവാർഡ് നേടിയത് ബ്രണ്ടൻ ഫ്രേസർ, ചിത്രം ദി വെയിൽ. ബെസ്റ്റ് ആക്ട്രസ് മിഷേൽ യോ, ചിത്രം എവരിതിങ് എവരിവെയർ ഓൾ അറ്റ് വൺസ്. മികച്ച വിദേശ ഭാഷാ ചിത്രത്തിനുള്ള 2023 ഓസ്കാർ അവാർഡ് ലഭിച്ചത് ഒരു ജർമ്മൻ ചിത്രത്തിനാണ്. ചിത്രം ഓൾ ക്വൈറ്റ് ഓൺ ദ വെസ്റ്റേൺ ഫ്രണ്ട്. ബെസ്റ്റ് ഇൻ്റർനാഷണൽ ഫീച്ചർ ഫിലിം ഓൾ ക്വൈറ്റ് ഓൺ ദി വെസ്റ്റേൺ ഫ്രണ്ട്. 2 ഓസ്കാർ പുരസ്കാരങ്ങളുമായി 2023 ഇന്ത്യക്കും ഒരു അഭിമാന വർഷമാണ്. RRR എന്ന തെലുഗു ചിത്രത്തിലെ നാട്ടു നാട്ടു എന്ന ഗാനം ബെസ്റ്റ് ഒറിജിനൽ സോങ് വിഭാഗത്തിൽ ഓസ്കാർ അവാർഡ് നേടി. നാട്ടു നാട്ടു എന്ന ഗാനം രചിച്ച ചന്ദ്രബോസ്, സംഗീത സംവിധാനം ചെയ്ത MM കീരവാണി എന്നിവരാണ് അവാർഡ് ജേതാക്കൾ. RRR എന്ന സിനിമയുടെ സംവിധായകൻ SS രാജമൗലിയാണ്. നാട്ടു നാട്ടുവിൻ്റെ ഗായകർ 2 പേർ, രാഹുൽ സിപ്ലിഗുഞ്ച്, കാലഭൈരവ എന്നിവർ. നാട്ടു നാട്ടു എന്ന ഗാനത്തിലൂടെ ബെസ്റ്റ് ഒറിജിനൽ സോങ് വിഭാഗത്തിൽ ഓസ്കാർ അവാർഡ് നേടിയവർ ചന്ദ്രബോസ്, MM കീരവാണി എന്നിവർ. 2023 ഇന്ത്യയിലേക്ക് വന്ന അടുത്ത ഓസ്കാർ അവാർഡ് ബെസ്റ്റ് ഡോക്യുമെൻ്ററി ഷോർട്ട് ഫിലിം വിഭാഗത്തിലാണ്. ദി എലിഫന്റ് വിസ്പറേഴ്സ് ആണ് ഓസ്കാർ നേടിയ ബെസ്റ്റ് ഡോക്യുമെൻ്ററി ഷോർട്ട് ഫിലിം. ദി എലിഫന്റ് വിസ്പറേഴ്സിൻ്റെ സംവിധായകൻ കാർത്തികി ഗൊൺസാൽവസ് ആണ്. ഓസ്കാർ പുരസ്കാരം നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ ഡോക്യുമെൻ്ററിയാണ് ദി എലിഫന്റ് വിസ്പറേഴ്സ്. പരിക്കുപറ്റിയ ഒരു അനാഥ ആനക്കുട്ടിയുടെയും അതിനെ പരിപാലിക്കുന്ന ബൊമ്മൻ, ബെല്ലി എന്നീ ദമ്പതികളുടെയും കഥ പറയുന്ന ഈ ഡോക്യുമെൻ്ററി തമിഴ്നാട്ടിലെ മുതുമല വന്യജീവി സങ്കേതത്തിലാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. അടുത്തത് ഇൻ്റർനാഷണൽ എമ്മി അവാർഡ്സ്. അമേരിക്കൻ ടെലിവിഷൻ വ്യവസായത്തിലെ കലാപരവും സാങ്കേതികവുമായ മികവുകളെ അംഗീകരിച്ചു നൽകുന്നവയാണ് എമ്മി അവാർഡുകൾ. സിനിമയ്ക്കുള്ള ഓസ്കാർ, സ്റ്റേജ് തിയേറ്ററിനുള്ള ടോണി, സംഗീതത്തിനുള്ള ഗ്രാമി, ടെലിവിഷൻ പ്രോഗ്രാമിനുള്ള എമ്മി എന്നിങ്ങനെ 4 പ്രധാനപ്പെട്ട അമേരിക്കൻ എൻ്റർടൈൻമെൻറ്റ് അവാർഡ്സ് ഉണ്ട്. അമേരിക്കയ്ക്ക് പുറത്ത് നിർമ്മിച്ച് സംപ്രേഷണം ചെയ്തവയുടെ മികവിനെ അംഗീകരിക്കുന്നവയാണ് ഇൻ്റർനാഷണൽ എമ്മി അവാർഡുകൾ. 51ാമത് ഇൻ്റർനാഷണൽ എമ്മി അവാർഡ്സിൻ്റെ ഭാഗമായി 2023 സമ്മാനിതരായ 2 ഇന്ത്യക്കാരാണ് വീർദാസ്, ഏക്ത കപൂർ എന്നിവർ. വീർദാസ്, ഏക്ത കപൂർ. കോമഡി സീരീസ് വിഭാഗത്തിലാണ് വീർദാസിന് പുരസ്കാരം. കോമഡി സീരീസ് വിഭാഗത്തിൽ 2023 ഇൻ്റർനാഷണൽ എമ്മി അവാർഡുകൾ നേടിയത് ഡെറി ഗേൾസ് സീസൺ 3, വീർദാസ് ലാൻഡിംഗ് എന്നീ 2 സീരീസുകളാണ്. വീർദാസ് ലാൻഡിംഗ് ആണ് വീർദാസിന് 2023 ഇൻ്റർനാഷണൽ എമ്മി അവാർഡ് നേടിക്കൊടുത്തത്. ടെലിവിഷൻ പ്രോഗ്രാം നിർമ്മാതാവ്, ചലച്ചിത്ര നിർമ്മാതാവ്, സംവിധായക എന്നീ നിലകളിൽ പ്രശസ്തിയായ ഏക്ത കപൂറിന് ലഭിച്ചത് ഇൻ്റർനാഷണൽ എമ്മി ഡയറക്ടറേറ്റ് അവാർഡാണ്. ഏക്ത കപൂർ ലഭിച്ചത് ഇൻ്റർനാഷണൽ എമ്മി ഡയറക്ടറേറ്റ് അവാർഡ്. ഓർക്കുക, 51ാമത് ഇൻ്റർനാഷണൽ എമ്മി അവാർഡ്സ് ജേതാക്കളായ ഇന്ത്യക്കാർ വീർദാസ്, ഏക്ത കപൂർ. ബുക്കർ പ്രൈസ്. ബ്രിട്ടനിലോ അയർലൻഡിലോ പ്രസിദ്ധീകരിച്ച മികച്ച ഇംഗ്ലീഷ് ഭാഷാ നോവലിന് നൽകുന്ന സാഹിത്യ പുരസ്കാരമാണ് ബുക്കർ സമ്മാനം. 2023 ബുക്കർ സമ്മാന വിജയി അയർലൻഡ് സ്വദേശിയായ പോൾ ലിഞ്ച്. കൃതി പ്രൊഫറ്റ് സോങ്, പ്രവാചക ഗാനം. സമ്മാനത്തുക 50,000 ബ്രിട്ടീഷ് പൗണ്ട്. ബുക്കർ പ്രൈസ് ആദ്യമായി ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് അരുന്ധതി റോയ് ആണ് 1997. കൃതി ദി ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്. ഇൻ്റർനാഷണൽ ബുക്കർ പ്രൈസ്. ഇംഗ്ലീഷിലോ ഇംഗ്ലീഷ് വിവർത്തനത്തിലോ ഉള്ള മികച്ച കൃതിക്ക് യുണൈറ്റഡ് കിങ്ഡം ആസ്ഥാനമായിട്ടുള്ള ബുക്കർ പ്രൈസ് ഫൗണ്ടേഷൻ നൽകുന്ന പുരസ്കാരമാണ് ഇൻ്റർനാഷണൽ ബുക്കർ പ്രൈസ്. സമ്മാനത്തുകയായ 50,000 ബ്രിട്ടീഷ് പൗണ്ട് എഴുത്തുകാരനും
വിവർത്തകനും തുല്യമായി പങ്കിട്ടു നൽകുന്നു. 2023 ഇൻ്റർനാഷണൽ ബുക്കർ സമ്മാനം നേടിയത് ബൾഗേറിയക്കാരനായ ജോർജി ഗോസ്പോഡിനോവാണ്. ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ഏഞ്ചല റോഡൽ. സമ്മാനം ലഭിച്ച കൃതി ടൈം ഷെൽട്ടർ. 2022 ഇൻ്റർനാഷണൽ ബുക്കർ പ്രൈസ് ലഭിച്ചത് ഇന്ത്യക്കാരിയായ ഗീതാഞ്ജലി ശ്രീക്കായിരുന്നു. കൃതി ടോംബ് ഓഫ് സാൻഡ്. ഓർക്കുക, 2023 ബുക്കർ സമ്മാന വിജയി പോൾ ലിഞ്ച്, അയർലൻഡ്. കൃതി പ്രൊഫറ്റ് സോങ്. ഇൻ്റർനാഷണൽ ബുക്കർ സമ്മാന വിജയി ജോർജി ഗോസ്പോഡിനോവ്. കൃതി ടൈം ഷെൽട്ടർ. അടുത്തത് ആബേൽ പ്രൈസ്. നോർവീജിയൻ ഗണിതശാസ്ത്രജ്ഞനായ നീൽസ് ഹെൻറിക് ആബേലിൻ്റെ പേരിലുള്ളതാണ് ആബേൽ പ്രൈസ്. നോബൽ സമ്മാനങ്ങളിൽ ഗണിതശാസ്ത്രത്തിന് സമ്മാനമില്ല എന്നതിനു പകരമായി നോർവീജിയൻ ഗവൺമെൻറ് 2003 മുതൽ ആരംഭിച്ചതാണ് ആബേൽ പ്രൈസ്. സമ്മാനത്തുക 7.5 ദശലക്ഷം നോർവീജിയൻ ക്രോൺ, ഏകദേശം 5.70 കോടി രൂപ. 2023 ആബേൽ പുരസ്കാരം നേടിയത് അർജന്റൈൻ അമേരിക്കൻ ഗണിതശാസ്ത്രജ്ഞനായ ലൂയിസ് കാഫറെല്ലിയാണ്. 2023 ആബേൽ പുരസ്കാര ജേതാവ് ലൂയിസ് കാഫറെല്ലി. 2007 പുരസ്കാരം നേടിയ SR ശ്രീനിവാസ വരദനാണ് ആബേൽ പ്രൈസ് നേടിയ ഏക ഇന്ത്യക്കാരൻ. യുനെസ്കോ പീസ് പ്രൈസ് 2022. ഐക്യരാഷ്ട്രസഭയുടെ ചാർട്ടറിനും യുനെസ്കോയുടെ ഭരണഘടനയ്ക്കും അനുസൃതമായി സമാധാനം പ്രോത്സാഹിപ്പിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും നിലനിർത്തുന്നതിനും കാര്യമായ സംഭാവനകൾ നൽകിയ വ്യക്തികളെയും സ്ഥാപനങ്ങളെയും ആദരിക്കുക എന്നുള്ളതാണ് യുനെസ്കോ പീസ് പ്രൈസിൻ്റെ ലക്ഷ്യം. സമ്മാനത്തുക $150,000. ഐവറി കോസ്റ്റിൻ്റെ പ്രസിഡൻ്റായിരുന്ന ഫെലിക്സ് ഹൂഫൗറ്റ് ബോയിനിയുടെ പേരിലുള്ളതാണ് ഈ സമ്മാനം. യുനെസ്കോ പീസ് പ്രൈസ് 2022 നേടിയത് ജർമ്മനിയുടെ ചാൻസലറായിരുന്ന ഏഞ്ചല മെർക്കൽ. 2022 ഫെലിക്സ് ഹൂഫൗറ്റ് ബോയിനി സമാധാന സമ്മേളനം നേടിയത് ഏഞ്ചല മെർക്കൽ. ഗ്ലോബൽ ടീച്ചർ പ്രൈസ്. തൊഴിലിൽ മികച്ച സംഭാവനകൾ നൽകിയ അധ്യാപകർക്ക് വർക്കി ഫൗണ്ടേഷൻ നൽകുന്ന പുരസ്കാരമാണ് ഗ്ലോബൽ ടീച്ചർ പ്രൈസ്. $10,00,000 സമ്മാനത്തുക. ഗ്ലോബൽ ടീച്ചർ പ്രൈസ് 2023 വിജയി സിസ്റ്റർ സഫ്, പാകിസ്ഥാൻ. സിസ്റ്റർ സഫിൻ്റെ ആദ്യകാല നാമം റിഫാത്ത് ആരിഫ്. അധ്യാപനത്തിനുള്ള നോബൽ സമ്മാനമെന്ന് പത്രപ്രവർത്തകർ ഗ്ലോബൽ ടീച്ചർ പ്രൈസിനെ വിശേഷിപ്പിക്കുന്നു. ഗ്ലോബൽ ടീച്ചർ പ്രൈസ് 2023 വിജയി സിസ്റ്റർ സഫ്. സക്കാറോവ് പ്രൈസ്. മനുഷ്യാവകാശങ്ങളുടെയും ചിന്താ സ്വാതന്ത്ര്യത്തിൻ്റെയും സംരക്ഷണത്തിനായി ജീവിതം സമർപ്പിച്ച വ്യക്തികൾക്കോ ഗ്രൂപ്പുകൾക്കോ നൽകുന്ന പുരസ്കാരമാണ് സക്കാറോവ് പുരസ്കാരം. റഷ്യൻ ശാസ്ത്രജ്ഞനും വിമതനുമായ ആൻഡ്രി സക്കാറോവിൻ്റെ പേരിലുള്ള ഈ സമ്മാനം സ്ഥാപിച്ചത് യൂറോപ്യൻ യൂണിയനാണ്. സമ്മാനത്തുക €50,000. ഇറാനിൽ ഹിജാബ് നിയമം ലംഘിച്ചുവെന്ന് ആരോപിച്ച് അറസ്റ്റ് ചെയ്യപ്പെടുകയും 2022 സെപ്റ്റംബർ 16 പോലീസ് കസ്റ്റഡിയിൽ മരണപ്പെടുകയും ചെയ്ത 23-കാരിയായ മഹ്സ അമിനിക്കും ഇറാനിലെ വിമൻ ലൈഫ് ഫ്രീഡം എന്ന പ്രസ്ഥാനത്തിനുമാണ് 2023 സക്കാറോവ് പുരസ്കാരം. 2023 സക്കാറോവ് പുരസ്കാരം ലഭിച്ചത് മഹ്സ അമിനിക്കും വിമൻ ലൈഫ് ഫ്രീഡം എന്ന പ്രസ്ഥാനത്തിനും. അടുത്തത് 2023 ലോക പ്രശസ്ത പുരസ്കാരങ്ങൾ ലഭിച്ച ചില ഇന്ത്യക്കാർ. നോർമൻ ഇ ബോർലോഗ് അവാർഡ്. അന്താരാഷ്ട്ര കൃഷിയിലും ഭക്ഷണത്തിലും ശ്രദ്ധേയവും ശാസ്ത്രാധിഷ്ഠിതവുമായ നേട്ടങ്ങൾ കൈവരിച്ച 40 വയസ്സിന് താഴെയുള്ള വ്യക്തികളെ ആദരിക്കുന്നതിനായി വേൾഡ് ഫുഡ് പ്രൈസ് ഫൗണ്ടേഷൻ
നൽകുന്നതാണ് നോർമൻ ഇ ബോർലോഗ് അവാർഡ്. ഹരിത വിപ്ലവത്തിൻ്റെ പിതാവായ നോർമൻ ഇ ബോർലോഗിൻ്റെ പേരിലാണ് പുരസ്കാരം. സമ്മാനത്തുക $10,000. 2023 നോർമൻ ഇ ബോർലോഗ് പുരസ്കാരത്തിന് അർഹയായത് ഡോക്ടർ സ്വാതി നായക്. ഇൻ്റർനാഷണൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സൗത്ത് ഏഷ്യ റീജിയണൽ സെൻറ്ററിലെ സയൻറ്റിസ്റ്റാണ് ഒഡീഷ സ്വദേശിയായ ഡോക്ടർ സ്വാതി നായക്. നോർമൻ ഇ ബോർലോഗ് അവാർഡ് 2023 നേടിയത് ഡോക്ടർ സ്വാതി നായക്. റമോൺ മഗ്സാസെ അവാർഡ്. മുൻ ഫിലിപ്പൈൻസ് പ്രസിഡന്റ് റമോൺ മഗ്സാസെയുടെ സ്മരണയ്ക്കായി റോക്ക്ഫെല്ലർ ബ്രദേഴ്സ് ഫണ്ട് സ്ഥാപിച്ചതാണ് റമോൺ മഗ്സാസെ അവാർഡ്. ഇത് ഏഷ്യയുടെ നോബൽ പ്രൈസ് എന്ന് അറിയപ്പെടുന്നു. $50,000 സമ്മാനത്തുക. 2023 4 റമോൺ മഗ്സാസെ അവാർഡ് ജേതാക്കളിൽ ഒരാൾ ഇന്ത്യക്കാരനാണ്, ഡോക്ടർ രവി കണ്ണൻ ആർ. സാധാരണക്കാർക്ക് ചികിത്സ ലഭ്യമാക്കുന്ന അസമിലെ കാച്ചാർ ക്യാൻസർ ഹോസ്പിറ്റലിൻ്റെ ഡയറക്ടറാണ് തമിഴ്നാട് സ്വദേശിയായ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ രവി കണ്ണൻ. റമോൺ മഗ്സാസെ അവാർഡ് 2023 നേടിയ ഇന്ത്യക്കാരൻ ഡോക്ടർ രവി കണ്ണൻ. ഓർഡർ ഓഫ് ഓസ്ട്രേലിയ ഹോണർ. ഓസ്ട്രേലിയയിലെ ഏറ്റവും ഉന്നതമായ സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് ഓസ്ട്രേലിയ ഹോണർ 2023 ലഭിച്ച ഇന്ത്യൻ വ്യവസായി രത്തൻ ടാറ്റ. ടാറ്റ സൺസിൻ്റെ മുൻ ചെയർമാൻ കൂടിയ രത്തൻ ടാറ്റയാണ് 2023 ഓസ്ട്രേലിയയിലെ ഏറ്റവും ഉന്നതമായ സിവിലിയൻ ബഹുമതി ഓർഡർ ഓഫ് ഓസ്ട്രേലിയ ഹോണർ നേടിയത്. ഡിയർ ഫ്രണ്ട്സ്, ലോകത്തിലെ പ്രശസ്തമായ ചില പുരസ്കാരങ്ങളെപ്പറ്റിയാണ് ഇതുവരെ സൂചിപ്പിച്ചത്. വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി.